ഹായ് ഓൾ, വെൽക്കം ടു ലേണിനോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ഫോർ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് 4 മൊഡ്യൂളിലായിട്ട് 60 മാർക്സിനാണ് യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത്. അതിൽ പാർട്ട് എ ക്വസ്റ്റ്യൻ 3 മാർക്ക് ക്വസ്റ്റ്യനും പാർട്ട് ബി ക്വസ്റ്റ്യൻ 9 മാർക്ക് ക്വസ്റ്റ്യൻസുമാണ് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ഡിഫറെൻറ്റ് ഫ്രം ബൾക്ക് മെറ്റീരിയൽ, റാഷണലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അതായത് നമുക്കറിയാം നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 നാനോമീറ്ററിനും 100 നാനോമീറ്ററിനും ഇടയിലുള്ള ഡയമെൻഷനുള്ള മെറ്റീരിയൽസിനെയാണ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പം അത് നാനോ എന്ന് പറയുന്ന ചെറിയ സൈസിലോട്ട് വരുമ്പോൾ അവരുടെ പ്രോപ്പർട്ടീസിൽ ഒത്തിരി വ്യത്യാസം വരും. അതൊരു എക്സാമ്പിൾ വെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗോൾഡിൻ്റെ കേസ് എടുക്കുക. ഗോൾഡ് ബൾക്ക് എമൗണ്ടിൽ എടുക്കുമ്പോൾ അത് യെല്ലോ കളറും, നാനോ മെറ്റീരിയൽസിൽ എടുക്കുമ്പോൾ നാനോയിലോട്ട് വരുമ്പോൾ അത് പിങ്കോ റെഡ് കളർ. അപ്പോൾ വേരിയബിൾ കളർ കാണിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് വെച്ചിട്ട് എഴുതിയാൽ മതി. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ സോൾജൽ മെത്തേഡ് ഓഫ് നാനോ പാർട്ടിക്കിൾ സിന്തസിസ്. എന്താണ് സോൾജൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അതായത് നാനോ മെറ്റീരിയൽസിനെ സോളിനെ നിർമ്മിച്ചിട്ട് അതിനെ ജെല്ലാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് ആ ജെല്ലിനെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് അതിൽ നിന്ന് നാനോ മെറ്റീരിയലിനെ സിന്തസൈസ് ചെയ്തെടുക്കുന്ന ടെക്നിക്കാണ് സോൾ ജെൽ മെത്തേഡ്. അപ്പം 3 മാർക്കിന് ചോദിക്കുമ്പോൾ ഒരു പാരഗ്രാഫ് ബ്രീഫായിട്ട് എഴുതണം. ഗിവ് എനി 3 ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽ. നാനോ മെറ്റീരിയൽസ് ആൾമോസ്റ്റ് എല്ലാ ഫീൽഡിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു 3 ആപ്ലിക്കേഷൻ എഴുതുക. ലിസ്റ്റ് എനി 3 പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാഫീൻ. ഗ്രാഫീൻ എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ ഒരു അലോട്രോപ്പ് ആണ്. അതിലെല്ലാ കാർബൺ ആറ്റംസും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഒരു 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ് ഗ്രാഫീൻ. തുടങ്ങിയ ഏതെങ്കിലും ഒരു 3 പ്രോപ്പർട്ടി എഴുതുക. ലിസ്റ്റ് എനി 3 ആപ്ലിക്കേഷൻ ഓഫ് കാർബൺ നാനോ ട്യൂബ്. കാർബൺ നാനോ ട്യൂബും ഒരു ഗ്രാഫീൻ്റെ തന്നെ കാർബണിൻ്റെ തന്നെ ഒരു ഫോമാണ്. അപ്പോൾ കാർബൺ നാനോ ട്യൂബിൽ ലിത്തിയം അയോൺ ബാറ്ററീസ്, മൊബൈലിൻ്റെ ബാറ്ററീസിൽ യൂസ് ചെയ്യാറുണ്ട് ആപ്ലിക്കേഷൻ. ദെൻ ഡ്രഗ് ഡെലിവറി, മെഡിക്കൽ ഫീൽഡ്, ഏതെങ്കിലും ഒരു 3 എഴുതുക. ദെൻ വാട്ട് ഈസ് ഒക്ടേൻ നമ്പർ. ഒക്ടേൻ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു ഫ്യൂവലിൻ്റെ എബിലിറ്റി മെഷർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ഒക്ടേൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ബ്രീഫായിട്ട് ഒരു 3 മാർക്കിന് എത്ര വേണം എന്ന് വെച്ചാൽ ഒരു പാരഗ്രാഫ് എഴുതുക. ദെൻ ഡെമോൺസ്ട്രേറ്റ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഫുള്ളറിൻ. ഫുള്ളറിൻ ഈസ് ആൾസോ ആൻ അലോട്രോപ്പ് ഓഫ് കാർബൺ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതുക. അതൊരു ബോൾ ഷേപ്പിലാണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതുക. Then what are conducting polymers? Conducting polymers എന്താണ്? Polymers which are capable for conducting electricity are called conducting polymers. ഇതിൽ പോളി അസറ്റിലിനും പോളി അനിലിൻ്റെയും പ്രിപ്പറേഷൻ എഴുതുക. അസറ്റിലിനെ പോളിമറൈസ് ചെയ്യുമ്പോൾ പോളി അസറ്റിലിൻ കിട്ടും, അനിലിനെ പോളിമറൈസ് ചെയ്യുമ്പോൾ പോളി അനിലിൻ കിട്ടും. ദെൻ എക്സ്പ്ലെയിൻ ഡോപ്പിംഗ് ഇൻ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. കണ്ടക്റ്റിംഗ് പോളിമേഴ്സിലെ ഡോപ്പിംഗ് എന്താണെന്ന് എഴുതുക. ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ കൊണ്ടുവന്നിട്ട് കണ്ടക്ടിവിറ്റി കൂട്ടുന്ന പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡോപ്പിംഗ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, പി ഡോപ്പിങ്ങും എൻ ഡോപ്പിങ്ങും. അപ്പോൾ ആ കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ ഹൗ റൈറ്റ് ദ സിന്തസിസ് ഓഫ് പോളിപൈറോൾ. അപ്പോൾ പോളിപൈറോളുടെ സിന്തസിസ് ആണ്. പോളിപൈറോള് പൈറോളിൽ നിന്നാണ് സിന്തസൈസ് ചെയ്യുന്നത്. പൈറോൾ എന്ന് പറഞ്ഞാൽ ഒരു 5 മെമ്പേർഡ് റിംഗ് ആണ്. അപ്പോൾ ആ 5 മെമ്പേർഡ് റിങ്ങിനെ എടുത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പോളിപൈറോള് കിട്ടും. 5 മെമ്പേർഡ് റിങ്ങിനകത്ത് NH വരുന്നവരാണ് പൈറോൾ. പൈറോളിനെ ഹീറ്റ് ചെയ്യുമ്പോൾ പോളിപൈറോൾ കിട്ടും. അപ്പോൾ ആ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ദെൻ മെൻഷൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കൻസ്. ലൂബ്രിക്കൻസിൻ്റെ ഏതെങ്കിലും ഒരു 3-4 പ്രോപ്പർട്ടീസ് പഠിച്ചു വയ്ക്കുക. അത് നമ്മുടെ ആ ഫ്യൂവൽ ലൂബ്രിക്കൻ്റ് ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു 3-4 പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ദെൻ നമുക്കുള്ളത് അനിലിൻ പോയിന്റ് ആൻഡ് ഫ്ലാഷ് പോയിന്റ്. എന്താണ് അനിലിൻ പോയിന്റ്, എന്താണ് ഫ്ലാഷ് പോയിന്റ്? ഒന്നുകിൽ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാം, അല്ലെങ്കിൽ അനിലിൻ പോയിന്റ് എന്താണെന്ന് ഒരു 3 മാർക്കിന് ചോദിക്കാം, ഫ്ലാഷ് പോയിന്റ് എന്താണെന്ന് ചോദിക്കാം.
അതായത് അലിൻ പോയിന്റ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഈക്വൽ വോളിയൂംസ് ഓഫ് അനിലിൻ ആൻഡ് സബ്സ്റ്റൻസ് ലൈക്ക് ഓയിൽ ഓർ പെട്രോൾ ആർ കംപ്ലീറ്റ്ലി മിസിബിൾ ആണ് അനിലിൻ പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണെന്നുള്ളത്, ഇറ്റ് ഈസ് എ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് ഓർ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ക്യാൻ ഇഗ്നിറ്റ് വെൻ എക്സ്പോസ്ഡ് ടു ആൻ ഓപ്പൺ ഫ്ലെയിം. ഒരു ഓപ്പൺ ഫ്ലെയിമിൽ എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്കിന് അത് ഇഗ്നൈറ്റ് ചെയ്യാനുള്ള വെരി ലോ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫ്ലാഷ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ദെൻ എന്തൊക്കെയാണ് ഒരു ഗുഡ് ഫ്യൂവലിന്റെ ക്യാരക്ടേഴ്സ് എന്നുള്ളത്, അത് 3 മാർക്കിന് ചോദിക്കാം. വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ഗുഡ് ഫ്യൂവൽ എന്ന് പറയുന്നത്? കലോറിഫിക് വാല്യൂ, ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ആൾ ഗുഡ് ഫ്യൂവൽ ആണ്. കമ്പഷൻ, മോഡറേറ്റ് റേറ്റ് കമ്പഷൻ, മോഡറേറ്റ് റേറ്റിലാണ് ബേൺ ചെയ്യുന്നതെങ്കിൽ. ദെൻ ഈസി ടു ഹാൻഡിൽ ആൻഡ് ട്രാൻസ്പോർട്ട്, അത് വളരെ ഒരു അത്യാവശ്യമാണ്. ദെൻ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. Then give a note on chemical reduction method for synthesis of nanomaterial. നാനോമെറ്റീരിയലിന്റെ സിന്തസിസിൽ ഒരു മെത്തേഡാണ് കെമിക്കൽ റിഡക്ഷൻ മെത്തേഡ്. ഇത് കൂടാതെ നമുക്ക് 2 പോളിമറും കൂടെ പഠിക്കാനുണ്ട്, ABS-ഉം കെവ്ലാറും. അപ്പോൾ ABS പോളിമറിന്റെ പ്രിപ്പറേഷനും കെവ്ലാറിന്റെ പ്രിപ്പറേഷനും നമുക്ക് എക്സാമിന് ചോദിക്കാം. ABS ഈസ് എ അഡിഷൻ പോളിമർ, അക്രോനൈട്രിൽ ബ്യൂട്ടാഡൈൻ സ്റ്റൈറിൻ. ദെൻ മറ്റത് കെവ്ലാർ എന്ന് പറയുന്നത് ഒരു കണ്ടൻസേഷൻ പോളിമർ ആണ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ പഠിച്ചോണം. പിന്നെ ഇവിടുന്ന് പാർട്ട് ബിയിൽ ചോദിക്കാൻ പറ്റുന്നത് ഡിസ്കസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് വിത്ത് എക്സാമ്പിൾ. നാനോ മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷനും നമ്മൾ എഴുതണം. ബേസ്ഡ് ഓൺ ഡയമെൻഷനും എഴുതണം, ബേസ്ഡ് ഓൺ മെറ്റീരിയലും എഴുതണം. Based on dimension, nanomaterials can be classified into 0 dimension, 1 dimension, 2 dimension and 3 dimension. Based on material, nanomaterials can be classified into carbon based, metal based, then dendrimers, composites, biological nanomaterial. ഒന്നുകിൽ ഡയമെൻഷൻ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് എഴുതിയാൽ മതി, വിത്ത് എക്സാമ്പിൾ എഴുതണം. Then discuss the properties and application of graphene. നേരത്തെ പറഞ്ഞതാണ് ഗ്രഫീൻ കാർബണിന്റെ തന്നെ ഒരു ഫോം ആണ്, അത് 2 dimensional ഫോം ആണ്. ഇതിൽ എല്ലാ കാർബൺസും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ എഴുതുക. Then describe the synthesis properties of carbon nanotube. Carbon nanotube is also an allotrope of carbon. It is tube like structure. Okay. Then how polyaniline is synthesized, list any 2 property. Conducting polymers ൽ വരുന്നതാണ്. Then like polypyrrole. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ കൂടെ ABS-ഉം കെവ്ലാറും ചോദിക്കാൻ സാധ്യതയുണ്ട്. Then discuss the properties and application of fullerene. Then describe various steps in manufacture of Portland cement. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പോർട്ട്ലാൻഡ് സിമെന്റിന്റെ മാനുഫാക്ചർ. ഓക്കെ, പോർട്ട്ലാൻഡ് സിമെന്റിൽ മാനുഫാക്ചറിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളത് അത് 6 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ചോദിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്, എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിനകത്ത് ഇക്വേഷൻസ് ഒക്കെ, സെറ്റിംഗ് ഓഫ് സിമെന്റിന്റെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതുക. ദെൻ എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് ബോംബ് കലോറിമീറ്റർ. ബോംബ് കലോറിമീറ്ററും കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പം അതിന്റെ ഫിഗർ വേണം, അപ്പോൾ അതിന്റെ വർക്കിംഗ് വേണം, പ്ലസ് അതിന്റെ ഇക്വേഷൻ, പ്ലസ് അതിന്റെ കറക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വേണ്ടത്. ഓക്കെ. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ വരുമ്പോൾ ഇലക്ട്രോകെമിസ്ട്രി ആൻഡ് കൊറോഷൻ. അപ്പോൾ അതിൽ പാർട്ട് എയിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഗാൽവാനിക് സീരീസ്. ഗാൽവാനിക് സീരീസ് എന്താണ്? കൊറോഷൻ ടെൻഡൻസി അനുസരിച്ച് മെറ്റൽസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സീരീസ് ആണ് ഗാൽവാനിക് സീരീസ്. അതിൽ ഫിക്സ്ഡ് ആയിട്ടൊരു പൊസിഷൻ ഇല്ല അവർക്ക്, മെറ്റൽസ് ആണുള്ളത്. അൺപൊല്യൂട്ടഡ് സീ വാട്ടറിൽ മെറ്റൽസിനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ആ സീരീസ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. Then why lithium ion cells are not allowed to fully charged? നമ്മുടെ മൊബൈൽ ഫോൺസിലും ലാപ്ടോപ്പിലും ഒക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് ലിഥിയം അയോൺ ബാറ്ററി. എന്തുകൊണ്ടാണ് ലിഥിയം അയോൺ ബാറ്ററി മൊത്തത്തിൽ ചാർജ് ചെയ്യാൻ പറ്റാത്തത്? നമുക്കറിയാം ലിഥിയം അയോൺ ബാറ്ററിയുടെ ചാർജിങ്ങും ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആനോഡിൽ കിട്ടാറുണ്ട്, Li1 - X0O2. If the lithium ion battery is allowed to fully charge, this X become 1. X 1 ആവും. അപ്പോൾ 1 - 1 0. അപ്പോൾ ലിഥിയം എന്ന് പറയുന്ന ടേം അവിടെ ഇല്ലാതാവും. പകരം ആരേ ഉണ്ടാവത്തുള്ളൂ? കൊബാൾട്ട് ഓക്സൈഡേ ഉണ്ടാവത്തുള്ളൂ. കൊബാൾട്ട് ഓക്സൈഡ് ഈസ് ഹൈലി എക്സ്പ്ലോസീവ് എലമെന്റ്. ഓക്കെ, അതുകൊണ്ടാണ് അതൊരു 90% വരെ ചാർജ് ചെയ്യാറുള്ളൂ. Then calculate the equilibrium constant for Daniell cell. ഇതൊരു
പ്രോബ്ലം ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ആണ്. നമുക്ക് ആദ്യം ലോഗ് കെ കണ്ടുപിടിക്കാം. NE0 സെൽ ഡിവൈഡഡ് ബൈ 0.0591. N ഡാനിയൽ സെൽ ആയതുകൊണ്ട് തന്നെ 2, E0 സെൽ തന്നിട്ടുണ്ട്. അപ്പം ഡയറക്റ്റ് ലോഗ് കെയുടെ വാല്യൂ കിട്ടും. ദെൻ അവിടുന്ന് കെ എടുക്കുക, ആന്റി ലോഗ് എടുക്കുമ്പോൾ കെ കിട്ടും. Then what are the advantages of glass electrode? Glass electrode pH കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. അത് ഈസി ടു സെറ്റപ്പ് ആണ്, ഹൈലി സെൻസിറ്റീവ് ആണ്, അയോൺ സെലക്റ്റീവ് ആണ്. ഏത് സൊല്യൂഷന്റെയും pH നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. How will you determine the standard electrode potential of Fe bar Fe2+ using Calomel electrode? Calomel electrode ഒരു റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. അതുപോലെ തന്നെ അതൊരു റിവേഴ്സിബിൾ ഇലക്ട്രോഡ് ആണ്. അതായത് ആനോഡായിട്ടും കാഥോഡായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ അയൺ ആയതുകൊണ്ട് തന്നെ അയൺ ആനോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ കലോമൽ കാഥോഡായിട്ട് ആക്ട് ചെയ്യും. ഫിഗർ വരയ്ക്കുക. ദെൻ ആനോഡിന്റെ റിയാക്ഷൻ, കാഥോഡിന്റെ റിയാക്ഷൻ, കലോമലിന്റെ തന്നെ റിയാക്ഷൻ എഴുതുക. ദെൻ ഓവറോൾ റിയാക്ഷൻ എഴുതി വെക്കുക. അപ്പോൾ E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. നേരത്തെ പ്രോബ്ലം വേറൊരു രീതിയിൽ ചോദിച്ചേക്കാണ്. എ സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ 0.3 മോളാർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അറ്റ് 25 degrees Celsius. Displacement reaction takes place then it attains equilibrium. Find the equilibrium constant of the reaction. അപ്പോൾ നേരത്തെ E0 സെൽ വാല്യൂ ഡയറക്റ്റ് തന്നിരുന്നു. ഇവിടെ നമ്മൾ സിങ്കിന്റെയും കോപ്പറിന്റെയും വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ കോപ്പറിൽ നിന്ന് സിങ്ക് കുറയ്ക്കുമ്പോൾ നേരത്തെ കിട്ടിയ 1.1 കിട്ടും. Then നേരത്തെ ചെയ്ത log K is equal to NE0 cell divided by 0.0591. Then what is cathodic protection? Cathodic protection എന്ന് പറയുമ്പോൾ നമുക്ക് കൊറോഷനിൽ നിന്ന് നമുക്ക് മെറ്റൽസിനെ തടയാൻ വേണ്ടി we can convert the metal into cathode. കാരണം കാഥോഡിന് കൊറോഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ പ്രോസസ്സാണ് cathodic protection എന്ന് പറയുന്നത്. അതൊരു കൊറോഷൻ റെസിസ്റ്റീവ് ടെക്നിക്കാണ്. ദെൻ അത് രണ്ട് ടൈപ്പ് ഉണ്ട്. സാക്രിഫിഷ്യൽ ആനോഡിക് മെത്തേഡും ഉണ്ട്, ഇംപ്രസ്ഡ് കറണ്ട് മെത്തേഡും ഉണ്ട്. Then part B, derive nernst equation for a cell. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ തൊട്ട് ഡെറൈവ് ചെയ്ത് ഫൈനൽ ഇക്വേഷൻ വരെ വരിക. ഏതെങ്കിലും ഒരു 3 ആപ്ലിക്കേഷനും എഴുതുക. Then draw a well labeled diagram of SHE. Write down the cell representation and cell reaction. Show that it is a reversible electrode. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഡയഗ്രാം വരയ്ക്കുക. അതൊരു റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. അതിന്റെ E0 വാല്യൂ 0 ആണ്. ദെൻ അതിന്റെ ഇക്വേഷൻ എഴുതുക. ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും വേണം. ദെൻ അതിനകത്ത് റിവേഴ്സിബിൾ ആണെന്ന് കാണിക്കാൻ അതിനെ സിങ്ക് വെച്ച് കപ്പിൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? E0 സെൽ വാല്യൂ കണ്ടുപിടിക്കുക. Then explain electrochemical series and its application. Electrode potentialന്റെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സീരീസ് ആണ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. അപ്പോൾ ഹൈഡ്രജനെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് ഹൈഡ്രജന്റെ മുകളിൽ കുറേ എലമെന്റ്സ്, ഹൈഡ്രജന്റെ താഴെ കുറേ എലമെന്റ്സ്, മുകളിലുള്ളവർ എന്താ റെഫറൻസ് ആണ്. ഹൈഡ്രജൻ റെഫറൻസ് ആക്കി വെച്ചിട്ട് അതിന് മീതെ കുറേ എലമെന്റ്സ്, താഴെ കുറേ എലമെന്റ്സ്. ഇതിൽ നെഗറ്റീവ് വാല്യൂ ഉള്ളവർ ആനോഡും പോസിറ്റീവ് വാല്യൂ ഉള്ളവർ കാഥോഡും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസ് വെച്ചിട്ട് ആനോഡിനെയും കാഥോഡിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതൊരു ആപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം. ആനോഡിനെയും കാഥോഡിനെയും ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് E0 സെൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഹൈഡ്രജൻ എവല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ സ്പോണ്ടേനിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ അതിന്റെ ആപ്ലിക്കേഷൻ ആണ്. Draw a well-labeled diagram of SCE, standard Calomel electrode. Write down the cell representation and cell reaction. Calomel electrode is also a reference electrode. അതിന്റെ ഫിഗർ വരയ്ക്കുക, അതിന്റെ ഇക്വേഷൻ എഴുതുക, അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0.2422 വോൾട്ട്. ഇനി അത് റിവേഴ്സിബിൾ ആണെന്ന് കാണിക്കാൻ നേരത്തെ പോലെ സിങ്ക് കൊണ്ട് കപ്പിൾ ചെയ്യുക. Then with the help of electrochemical equation show that rusting of iron is more severe in oxygen rich acidic medium than alkali medium. Rusting of iron, iron നെ എടുത്ത് HCl ഇട്ടിട്ടുള്ള ആ റസ്റ്റിങ്ങിന്റെ ഇക്വേഷൻസ്, ആ ഇരുമ്പ് എങ്ങനെ തുരുമ്പെടുക്കുന്നു എന്നുള്ള ആ ഒരു ഇക്വേഷനും കൺസെപ്റ്റും കാര്യങ്ങളും എഴുതുക. Then compare the discharging and charging of lithium ion cell. ചാർജിങ് ആദ്യം ഫിഗർ വരയ്ക്കുക. ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ്, ഗ്രാഫൈറ്റ്, ലിഥിയം സോൾട്ട് എല്ലാം മെൻഷൻ ചെയ്യുക. ദെൻ ചാർജിങ്ങിന്റെ ആനോഡ് കാഥോഡ് റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ. ഡിസ്ചാർജിങ്ങിന്റെ ആനോഡ് കാഥോഡ് റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ലിഥിയം അയോൺ ബാറ്ററി.
Why do we prefer glass electrode for a measurement of pH? Explain determination of pH with a neat diagram. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്ലാസ് ഇലക്ട്രോഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു അയൺ സെലക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡ് ആണ്. അതിന്റെ ഫിഗർ വരയ്ക്കുക, അതിന്റെ വർക്കിംഗ് എഴുതുക, ഇക്വേഷൻ എഴുതുക, then pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരിക. Then define conductivity. How cell constant is determined. Conductivity എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് വെച്ചിട്ട് സെൽ കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള പ്രൊസീജിയർ എഴുതുക. Explain galvanic series used in corrosion. അത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തു, അത് തന്നെയാണ്. Explain the working of hydrogen oxygen fuel cell. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എന്താന്ന് ഡയഗ്രാം വരയ്ക്കുക, ആനോഡ് കാഥോഡ് മെൻഷൻ ചെയ്യുക. ദെൻ ആസിഡ് ഇലക്ട്രോലൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ആസിഡ് ഇലക്ട്രോലൈറ്റിലുള്ള ഫിഗർ വരയ്ക്കുക, ഇക്വേഷൻ എഴുതുക, ദെൻ അതിന്റെ അഡ്വാൻറ്റേജ് എഴുതുക. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മോർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ കാഥോഡിക് പ്രൊട്ടക്ഷൻ മെത്തേഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് കൊറോഷനിൽ നിന്ന് മെറ്റൽസിനെ തടയാൻ വേണ്ടി, രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാഥോഡിക് പ്രൊട്ടക്ഷൻസ് ഉപയോഗിക്കാം. 2 ടൈപ്പ് കാഥോഡിക് പ്രൊട്ടക്ഷൻസ് ആണ് ഉള്ളത്. സാക്രിഫിഷ്യൽ ആനോഡിക് മെത്തേഡ് ആൻഡ് ഇംപ്രസ്ഡ് കറണ്ട് മെത്തേഡ്. ഇൻ സാക്രിഫിഷ്യൽ ആനോഡിക് മെത്തേഡ് more anodic metal is placed in front of the metal to be preserved. നമുക്ക് സംരക്ഷിക്കേണ്ട മെറ്റലിന്റെ മുമ്പിൽ മോർ ആനോഡിക് ആയിട്ടുള്ള ഒരു മെറ്റൽ കൊണ്ടുവയ്ക്കുക. ദെൻ കൊറോഷൻ സ്വാഭാവികമായിട്ടും ആനോഡിക് മെറ്റലിനെ നടക്കത്തുള്ളൂ, മറ്റേ മെറ്റൽ സേഫ് ആയിട്ടിരിക്കും. ദെൻ ഇംപ്രസ്ഡ് കറണ്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ കൊറോഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു കൊറോഷൻ കറണ്ട് വേണം. ആ കൊറോഷൻ കറണ്ടിനെ നള്ളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇംപ്രസ്ഡ് കറണ്ടിനെ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുക. സോ അവിടെ നിന്ന് അത് ഇല്ലാതാകും. അങ്ങനെ നമുക്ക് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഇവിടെ കൊറോഷൻ തടയും. അതിന് രണ്ടിലും ഫിഗർ ഉണ്ട്, ഫിഗർ വരയ്ക്കണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് മൊഡ്യൂള് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പോർഷനിൽ സ്പെക്ട്രോസ്കോപ്പിയാ വരുന്നത്. അപ്പോൾ അതിൽ സ്പെക്ട്രോസ്കോപ്പിയിൽ ചോദിക്കാം അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്താ, എമിഷൻ സ്പെക്ട്രം എന്താന്ന് ചോദിക്കാം. അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുമ്പോഴത്തേക്കിന് റേഡിയേഷനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് നേരെ തിരിച്ച്, അതായത് റേഡിയേഷനെ എമിറ്റ് ചെയ്തുകൊണ്ട് ഹയറിൽ നിന്ന് ലോവറിലേക്ക് വരുന്നത്. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്? സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് മെയിൻലി ഒരു സബ്സ്റ്റൻസിന്റെ സൈസ്, സ്ട്രക്ചർ അറിയാൻ വേണ്ടിയും അൺനോൺ കോമ്പൗണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ മോളിക്കുലാർ എനർജി ലെവൽ. ഒരു മോളിക്യൂളിന് ഉള്ള എനർജീസിനെ കുറിച്ചൊരു നോട്ട് എഴുതുക. ഇലക്ട്രോണിക് എനർജി, റൊട്ടേഷണൽ എനർജി, വൈബ്രേഷൻ എനർജി, ട്രാൻസ്ലേഷൻ എനർജി, അതിന്റെ ഓർഡറും കാര്യങ്ങളും ഒക്കെ എഴുതുക. വൈ യു വി സ്പെക്ട്രം അപ്പിയേഴ്സ് ബ്രോഡ്? യു വി സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രം എന്തുകൊണ്ടാണ് ബ്രോഡായിട്ട് കാണുന്നത്? ബിക്കോസ് യു വി സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഒരു മോളിക്യൂളിന്റെ മുകളിൽ യു വി വിസിബിൾ ലൈറ്റ് വന്ന് വീഴുമ്പോൾ അവർ E1 സ്റ്റേറ്റിൽ നിന്ന് E2 സ്റ്റേറ്റിലേക്ക് ഈ റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് പോകുന്നു. ഇവരെ ഇലക്ട്രോണിക് ലെവൽ മാത്രമല്ല അപ്പൊ ചേഞ്ച് ആവുന്നത്, ഓരോ ഇലക്ട്രോണിക് ലെവലിനെയും അക്കമ്പനി ചെയ്ത് വൈബ്രേഷൻസും റൊട്ടേഷൻസും ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കവർ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് യു വി സ്പെക്ട്രം ബ്രോഡ് ആവാനുള്ള കാരണം. റൈറ്റ് 3 പോയിന്റ് ഓഫ് കമ്പാരിസൺ ബിറ്റ്വീൻ യു വി ആൻഡ് IR. യു വി നമ്മൾ എന്താണ് സൊല്യൂഷനിൽ എടുക്കുന്നു, IR എല്ലാ കേസിലും എടുക്കാൻ പറ്റും. തുടങ്ങി ഏതെങ്കിലും ഒരു 3 പോയിന്റ് വെച്ച് എഴുതുക. Which of the following molecule can give IR spectrum? Give reason. ഇവിടെ ഒരു 4 മോളിക്യൂൾ തന്നിട്ടുണ്ട്. ഇവരിൽ ആരാണ് IR സ്പെക്ട്രം തരിക? ഹെറ്ററോന്യൂക്ലിയർ ആയിട്ടുള്ള HCl ആണ് തരിക. കാരണം ഇവിടെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നതാണ് IRന്റെ ക്രൈറ്റീരിയ. What are the application of IR spectroscopy? IR spectroscopy എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനും ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യാനും ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് കണ്ടുപിടിക്കാനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. Explain the principles of IR spectroscopy. ഒരു മോളിക്യൂളിന്റെ മുകളിൽ IR റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ വൈബ്രേഷണൽ എനർജി സ്റ്റേറ്റിൽ ചേഞ്ച് ഉണ്ടാവും. ഇനി IR ആക്റ്റീവ് ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് possess a change in dipole moment. Which of the following molecule can give UV visible spectrum? ഈ തന്നിരിക്കുന്നതിൽ ഏത് മോളിക്യൂളിനൊക്കെയാണ് UV visible spectrum തരാൻ കഴിവുള്ളത്? ബ്യൂട്ടാഡൈനും ബെൻസീനും. കാരണം
യു വി വിസിബിൾ സ്പെക്ട്രം തരണമെങ്കിൽ അവർ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ 200 നാനോമീറ്ററിനെക്കാട്ടിയും കൂടുതലായിരിക്കണം. കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസിൽ ഇത് പോസിബിൾ ആണ്. ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉള്ള ബ്യൂട്ടാഡൈനും ബെൻസീനും. Then ഒരു പ്രോബ്ലം ആണ്. A dye solution of concentration 0.04 molar shows an absorbance of 0.045 at 530 nanometer, while a test solution of same dye shows absorbance of 0.022 under same condition. Find the concentration. അപ്പോൾ ബിയർ-ലാംബേർട്സ് law അനുസരിച്ച് A is equal to epsilon CT. ഇവിടെ കമ്പാരിസൺ ആണ്. അപ്പോൾ എപ്സിലോണും ടിയും ഒക്കെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് A1 by A2 is equal to C1 by C2. അതിൽ C2 ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. C2 കണ്ടുപിടിക്കുക. ഓക്കെ. Then part B, define ബിയർ-ലാംബേർട്സ് law. ബിയർ-ലാംബേർട്സ് law എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യുക, അതിന്റെ ഡെറിവേഷൻ എഴുതുക. Then explain the instrumentation and working of UV visible spectrometer. അപ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾ എഴുതുക, നേരത്തെ പറഞ്ഞത്. അതായത് യു വി വിസിബിൾ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്ത് പോകുന്നു. ഇനി അതിൻ്റെ ഇൻസ്ട്രുമെന്റിൽ എന്തൊക്കെയുണ്ട്? സോഴ്സ് ഉണ്ട്, സൊല്യൂഷൻ ചേംബർ ഉണ്ട്, സോൾവെന്റ് ചേംബർ ഉണ്ട്, ഡിറ്റക്ടർ ഉണ്ട്, ആംപ്ലിഫയർ ഉണ്ട്, റെക്കോർഡർ ഉണ്ട്. അപ്പം അതിനകത്ത് ഒരു സൊല്യൂഷൻ എടുക്കുക. ലിക്വിഡ്സിലാണ് യൂഷ്വലി യു വി സ്പെക്ട്രം ചെയ്യാൻ പറ്റുക. ദെൻ അതിന് മാച്ച് ആയിട്ടുള്ള ഒരു സോൾവെന്റിനെ പ്രിപ്പയർ ചെയ്യുക. ഈക്വൽ ബീം ഓഫ് ലൈറ്റ് രണ്ടിലൂടെയും പാസ് ചെയ്യുക. രണ്ടിൻ്റെയും ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ കമ്പയർ ചെയ്ത് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുക. ഇതാണ് അതിന്റെ വർക്കിംഗ്. The next question, describe UV visible diagram of conjugated dyes. നേരത്തെ പറഞ്ഞതുപോലെ 1,3-butadiene, 1,3,5-hexatriene, ബെൻസിന്റെ ഒക്കെ ഡയഗ്രാംസ് വരയ്ക്കാനാണ്. Then ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Sketch the modes of vibration possible for carbon dioxide and water. Predict the IR activity. കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വാട്ടറിന്റെയും വൈബ്രേഷൻസും IR ആക്ടിവിറ്റിയും. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എ ലീനിയർ മോളിക്യൂൾ. സോ 3n-5 ആണ് അവരുടെ വൈബ്രേഷൻ. അതുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ അവർക്ക് 4 വൈബ്രേഷൻ: സിമെട്രിക് സ്ട്രെച്ചിങ്, അസിമെട്രിക് സ്ട്രെച്ചിങ്, ഇൻ പ്ലെയിൻ ബെൻഡിങ്, ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ്. വാട്ടർ എടുക്കുമ്പോൾ 3n-6 because it is a non-linear molecule. So the vibrations are symmetric stretching, asymmetric stretching and bending. കാർബൺ ഡൈ ഓക്സൈഡിൽ സിമെട്രിക് സ്ട്രെച്ചിങ് ഒഴിച്ചു ബാക്കി എല്ലാവരും IR ആക്റ്റീവ് ആണ്. വാട്ടറിന്റെ കേസിൽ എല്ലാവർക്കും ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. സോ ഓൾ ദ വൈബ്രേഷൻസ് ഓഫ് വാട്ടർ ആർ IR ആക്റ്റീവ്. ഓക്കെ. Then explain the principal instrumentation and working of SEM, scanning electron microscope. Usually നാനോമെറ്റീരിയൽസിന്റെ ടോപ്പോഗ്രഫിയും മോർഫോളജിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്ന. അതിനൊരു ഇലക്ട്രോൺ സോഴ്സ് ഉണ്ട്. അവിടെ നിന്ന് ഇലക്ട്രോണിനെ നമ്മൾ സാമ്പിളിലേക്ക് കൊണ്ടുപോയി അവർ ഇന്ററാക്ട് ചെയ്ത് അതിൻ്റെ സിഗ്നൽസ് ഉപയോഗിച്ച് നമ്മൾ 3 ഡയമെൻഷണൽ ഇമേജസ് എടുക്കുകയാണ് ചെയ്യാറ്. അപ്പം അതിന് ഫിഗർ വേണം, പ്രിൻസിപ്പിൾ വേണം, വർക്കിംഗ് വേണം, ആപ്ലിക്കേഷൻസ് വേണം. Then compare the instrumentation of TGA and DTA. Thermogrametric analysis. ചിലപ്പം ഇത് വെവ്വേറെ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്യാൻ ചോദിക്കാം. തെർമോഗ്രാമെട്രിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറിന് അഗേൻസ്റ്റ് ഉള്ള മാസ് ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിൽ കാൽഷ്യം കാർബണേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. DTA എന്ന് പറയുമ്പോൾ ഒരു സാമ്പിളും റെഫറൻസും വച്ചിട്ട് രണ്ടിൻ്റെയും കൂടി ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യുക, ഡിഫറൻസ് എടുക്കുക, ചേഞ്ച് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ, അതിൻ്റെ ഫിഗർ, അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എല്ലാം വേണം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഗ്യാസ് ക്രോമറ്റോഗ്രാഫി. ഗ്യാസ് ക്രോമറ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം വേണം, അതിന് എന്തൊക്കെ യൂസ് ചെയ്യുന്നു എന്ന് വേണം, അതിൻ്റെ ഓരോന്നിൻ പാർട്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് എഴുതുക, ആപ്ലിക്കേഷൻസ് എഴുതുക. ഓക്കെ. Then last module, module 4, അതിനകത്ത് വരുന്നത് നമ്മുടെ വാട്ടർ കെമിസ്ട്രി ആണ്. അപ്പോൾ വാട്ടർ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാർഡ് വാട്ടർ ഡസ് നോട്ട് പ്രൊഡ്യൂസ് മച്ച് ലാതർ വിത്ത് സോപ്പ് സൊല്യൂഷൻ, വൈ? അതായത് ഹാർഡ് വാട്ടർ എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് സോൾട്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. അപ്പോൾ അത് ഉണ്ടായതുകൊണ്ട് തന്നെ സോപ്പ് വെച്ച് പതയ്ക്കുമ്പോൾ പത തരാതെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണ് ചെയ്യാറ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, എഴുതുക. റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിക് വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടുന്ന ഓക്സിജൻ ആണ്. അതൊരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗിവ് എൻ 3 പോയിന്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ എയ്റോബിക് ഓക്സിഡേഷൻ ആൻഡ് അനേറോബിക് ഓക്സിഡേഷൻ. എയ്റോബിക് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ
presence of aerobic bacteria, whereas anaerobic oxidation takes place in the presence of anaerobic bacteria. In the presence of oxygen in aerobic oxidation, absence of oxygen or limited supply of oxygen in anaerobic oxidation. Aerobic oxidation is ഓഫ് എന്താണ് അവർക്ക് പ്രത്യേകിച്ച് സ്മെല്ല് ഒന്നും ഉണ്ടാവാറില്ല എയറോബിക് ഓക്സിഡേഷൻ. ബട്ട് എനേറോബിക് ഓക്സിഡേഷൻ ഈസ് ഓഫ് ഒഫൻസീവ് സ്മെല്ലിംഗ്. മറ്റടുത്ത് നോൺ ഒഫൻസീവ് ആണ് സ്മെല്ലിംഗ്. അവിടെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്, വാട്ടർ ഒക്കെയാണ്. എനേറോബിക്കിന്റെ കേസിൽ ബൈ പ്രോഡക്റ്റ് മീഥേനോ ഹൈഡ്രജൻ സൾഫൈഡോ ഒക്കെയാണ്. ഓക്കെ. What are ion exchange resins? Give example for cation and anion exchange resins. അപ്പോൾ പെർമനന്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്. കാറ്റയോണും ഉണ്ട്, ആനയോണും ഉണ്ട്. അത് വിശദമായിട്ട് എഴുതുക. Why do we express hardness in terms of calcium carbonate equivalents? നമ്മൾ എപ്പോഴും ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്നത് എന്താണ്? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു molecular weight of calcium carbonate, that is 100 divided by mass of molecular weight of hardness producing substance. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ കാൽഷ്യം കാർബണേറ്റ് എടുക്കാൻ കാരണം? ബിക്കോസ് കാൽഷ്യം കാർബണേറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ പ്രൈമറി സ്റ്റാൻഡേർഡ്. നമുക്കൊരു റെഫറൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് 100ഉം ഇക്വലന്റ് വെയിറ്റ് 50 ആണ്. സോ ഇറ്റ് മേക്സ് ദ കാൽക്കുലേഷൻ മോർ ഈസി. ഓക്കെ. Then write a note on sewage treatment by UASP method. UASP method എന്ന് പറയുമ്പോൾ ഒരു അനേറോബിക് മെത്തേഡ് ഓഫ് സീവേജ് ട്രീറ്റ്മെന്റ് ആണ്. അവിടെ നമ്മളൊരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം ആ ഒരു ഇൻസ്ട്രുമെന്റിനകത്ത് നമ്മളൊരു ബെഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്തോട്ട് നമ്മൾ സീവേജ് വാട്ടറിനെ പാസ് ചെയ്യിക്കുക. അനേറോബിക്കലി ബാക്ടീരിയാസ് ഡീകമ്പോസ് ചെയ്യും. ബൈ പ്രോഡക്റ്റ് ആയിട്ട് മീഥെയിൻ ഫോം ചെയ്യും. എക്സ്പ്ലെയിൻ ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ. ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടറിലോട്ട് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ക്ലോറിൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കോമ്പൗണ്ട്സിനെ ക്ലോറിൻ എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പോൾ ആ ഗ്രാഫ് വേണം എഴുതാനായിട്ട്. ഓക്കെ. Then difference between permanent hardness and temporary hardness. പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറയുമ്പോഴത്തേക്കിന് കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡും സൾഫൈഡും കാരണമുള്ള ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ് പറയുമ്പോൾ കാർബണേറ്റും ബൈകാർബണേറ്റും. ബോയിലിംഗ് വഴി മാറുന്നത് ടെമ്പററി ഹാർഡ്നെസ്, ബോയിലിംഗ് വഴി മാറാത്തത് പെർമനന്റ് ഹാർഡ്നെസ്. ഇനി ഇവിടെ ഒരു 3 പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഹാർഡ്നെസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം. അപ്പൊ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടാണ് എഴുതാറ്. Hardness is equal to mass of hardness producing substance into 100 divided by molecular weight of hardness producing substance. That 100 is common for all problem because the എന്താണ് കാൽഷ്യം കാർബണേറ്റിന്റെ മോളിക്കുലാർ വെയിറ്റ് ആണ്. അപ്പോൾ ഈ കാൽഷ്യം സൾഫേറ്റിന്റെ 16.2 ആണ് ഇവരുടെ ഹാർഡ്നെസ് എന്നെങ്കിൽ 16.2 into 100 ഡിവൈഡഡ് ബൈ ഈ കാൽഷ്യം കാർബണേറ്റിന്റെ മോളിക്കുലാർ മാസ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് പെർമനന്റ് ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ ആൻസേഴ്സ് എല്ലാം കൂടെ കൂട്ടുക. ടെമ്പററി ഹാർഡ്നെസ് ആണെങ്കിൽ കാർബണേറ്റിന്റെയും ബൈകാർബണേറ്റിന്റെയും വാല്യൂ എടുക്കുക. പെർമനന്റ് ഹാർഡ്നെസ് ആണെങ്കിൽ റെസ്റ്റ്, അതായത് ടോട്ടലിൽ നിന്ന് ടെമ്പററി കുറച്ച് കഴിഞ്ഞാൽ പെർമനന്റ് കിട്ടും. Then calculate the hardness of 0.1 molar calcium chloride solution or 0.4 normal calcium 2+ solution. ഇങ്ങനെ തന്നാലും നോർമാലിറ്റി ആണ് തരുന്നതെങ്കിൽ ഡയറക്റ്റ് 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. മൊളാരിറ്റി ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ കൺവേർട്ട് ഇറ്റ് ഇൻറ്റു നോർമാലിറ്റി, ദെൻ മൾട്ടിപ്ലൈ വിത്ത് 50. ഓക്കെ. List the disadvantages of hard water. Hard water and disadvantages. It does not form lather with the soap solution, so it more difficult in laundry purpose. കഴുകുന്ന പ്രോസസ് ഒക്കെ ഡിഫിക്കൽട്ട് ആവും. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും, ബാത്റൂം സ്റ്റെയിൻസ് ഉണ്ടാക്കും. ദെൻ അതുപോലെ തന്നെ ഈ ഫാക്ടറീസിൽ മൊത്തം ബുദ്ധിമുട്ട് ഉണ്ടാവും. How exhausted resins are regenerated. നമുക്ക് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് വഴി യൂസ് ചെയ്യുന്ന റെസിൻസിനെ ആസിഡ് ട്രീറ്റ്മെന്റ് വഴി നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇക്വേഷൻ എഴുതുക. വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് എക്സ്ട്രാക്ഷൻ ഓഫ് ഇ വേസ്റ്റ്. മെറ്റൽസിൽ നിന്ന് ഇ വേസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്ന സ്റ്റെപ്സ് എഴുതുക. Then name the metal constituent of e-waste and give their adverse effect to human health. കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ഏതെങ്കിലും ഒരു മെറ്റൽ എഴുതുക. അതെല്ലാം നമ്മുടെ കിഡ്നി, ലിവർ, ബ്രെയിൻ ഒക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്നുണ്ട്. ലിസ്റ്റ് any 5 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഏതെങ്കിലും 5 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എഴുതുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുമ്പോഴത്തേക്കിന് റാഡിക്കേറ്റ് പോവർട്ടിയോ സീറോ ഹാങ്കറോ തുടങ്ങിയ അതൊക്കെ ഒരു ജനറൽ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒക്കെ
ഓർത്ത് വെച്ചിട്ട് എഴുതുക. ഓക്കെ, ദെൻ BOD COD തമ്മിലുള്ള കമ്പാരിസൺ. പാർട്ട് ബിയിലെ അയൺ എക്സ്ചേഞ്ച് അതൊരു എസ്സേ ആണ്. അതിൽ കാറ്റയോൺ, ആനയോൺ, അതിന്റെ ഇക്വേഷൻസ് എല്ലാം എഴുതുക. റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് എഴുതുക. നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് മെയിൻ ആയിട്ടും സോൾട്ട് വാട്ടറിന്റെ പ്യൂരിഫിക്കേഷൻ ആണ്. അത് ഡയഗ്രാം, പ്രൊസീജിയർ, അഡ്വാൻറ്റേജ്. ഡിസ്കസ് ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ്. പ്രൈമറി സ്റ്റെപ്പ്, സെക്കൻഡറി, ടെർഷ്യറി. പ്രൈമറിയിൽ സ്ക്രീനിങ്, സെഡിമെന്റേഷൻ. സെക്കൻഡറിയിൽ UASP, ട്രിക്ലിംഗ് ഫിൽറ്റർ. ടെർഷ്യറിയിൽ നൈട്രജൻ സ്ട്രിപ്പിംഗ്, ഫോസ്ഫറസിന് റിലീസ് ചെയ്യുന്നത്, ദെൻ ക്ലോറിനേഷൻ, അതെല്ലാം വരും. ഇലിസ്ട്രേറ്റ് UASP ആൾറെഡി ഡിസ്കസ് ചെയ്തു. ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ് ഈസ് എയ്റോബിക് മെത്തേഡ് ഫോർ സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ്. അതൊരു ടാങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് റോട്ടർ ഒക്കെ ഉണ്ടാവും. അതിനകത്തോട്ട് നമ്മൾ സീവേജ് വാട്ടർ കടത്തി വിടുക. ദെൻ എയ്റോബിക്കലി അവിടെ ഡീകമ്പോസിഷൻ നടക്കും. റൈറ്റ് എ നോട്ട് ഓൺ ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ്. അതായത് ഡിസ്ഇൻഫെക്ഷന് നമുക്ക് ക്ലോറിനേഷൻ, ഓസോൺ, അതുപോലെ തന്നെ UV ലൈറ്റ്, 3 കാര്യങ്ങളും എഴുതാം. അപ്പോൾ ക്ലോറിനേഷനിൽ വരുന്ന ബ്ലീച്ചിങ് പൗഡർ, അതുപോലെ തന്നെ ഹൈപ്പോക്ലോറേറ്റ് ഫോർമേഷൻ്റെ ഇക്വേഷൻ ഉണ്ട്, അത് എഴുതുക. എക്സ്പ്ലെയിൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് ഗ്രീൻ ഹൗസ് എഫക്ട്. അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അത് ആ ഒരു രീതിയിൽ ആൻസർ ചെയ്യുക. Then write a note on ozone layer depletion and its chemistry behind it. Equations എഴുതുക. ക്ലോറോഫ്ലൂറോകാർബൺസ് വന്നിട്ട് ഓസോണിനെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുള്ള ഇക്വേഷൻസ്. Write a note on e-waste disposal method. Explain break point, chlorination. ലാസ്റ്റ് പോർഷൻസ് ഒക്കെ കുറച്ചും കൂടെ നമുക്ക് എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ജനറൽ ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മുടെ അയൺ എക്സ്ചേഞ്ച്, റിവേഴ്സ് ഓസ്മോസിസ്, സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ്, ഡിസ്ഇൻഫെക്ഷൻ, പിന്നെ ആ പ്രോബ്ലംസ്, ബാക്കിയെല്ലാം നമുക്ക് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. താങ്ക് യു.